നമ്മളിപ്പോ കൈനകരിയിലാണുള്ളത്. അതായത് എനിക്ക് തോന്നുന്നത് മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ക്ലബ്ബായിരുന്നു UBC കൈനകരി. ആ ഫാൻസ് ആണ് ഇത്തവണ തുഴയാൻ ഇറങ്ങുന്നത് അതായത് ആ ഫാൻസിന്റെ പേരിലാണ് ഇത്തവണ വള്ളം ഇറക്കുന്നത്. വള്ളത്തിനും പ്രത്യേകതയുണ്ട്. അത് വേറൊന്നുമല്ല, കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻ വള്ളമാണ് ഇത്തവണ UBCയുടെ ഫാൻസ് ഇറക്കുന്നത്. അതായത് നമ്മുടെ വിയ്യപുരം വള്ളം കഴിഞ്ഞ തവണ ജലരാജാവായ വിയ്യപുരത്തെ ഇത്തവണ നെഹ്റു ട്രോഫിയിൽ മത്സരിപ്പിക്കാൻ എത്തുന്നത് ഈ UBC, അതായത് ഏറ്റവും കൂടുതൽ പണ്ട് ഫാൻസ് ഉള്ള, പണ്ടൊക്കെ നമ്മൾ UBC കാരിച്ചാൽ എന്നുള്ളതൊക്കെ പണ്ട് റേഡിയോ കമന്ററി കാലത്ത് നമ്മുടെ ആവേശം പകർന്നിരുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലബിന്റെ പേര് ഈ ആവേശവും കേരളം മുഴുവനുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തവണ വിയ്യപുരം കൂടി ആണ് ഇവർ ഇറക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അതിന്റെ രക്ഷാധികാരി റോബിനുണ്ട്, മറ്റെല്ലാവരും തുഴക്കാരടക്കമുള്ളവരുണ്ട്. അതെ, പ്രസിഡന്റിന്റെ പേര് ജോൺസൺ, സെക്രട്ടറി ഇന്ദ്രജിത്ത്, ഫാൻസ് ക്ലബിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അവരുടെ സമയമായില്ല, അതിനെപ്പറ്റി സമയം അങ്ങോട്ട് പോയിക്കൊണ്ട് സംസാരിക്കാം. ഇതിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിയ്യപുരമാണ് ഇത്തവണ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആവേശവും കൂടി കാണുമല്ലേ? അതെ അതെ, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ നെഹ്റു ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ കപ്പെടുത്തിട്ടുള്ള UBC കൈനകരിയാണ്. എൻ്റെ 13 പ്രാവശ്യം കപ്പെടുത്തിട്ടുണ്ട്. ഈ UBC കൈനകരി എന്ന് പറഞ്ഞാൽ നെഹ്റു ട്രോഫിയോളം പഴക്കമുള്ള ക്ലബ്ബാണ്. ഏതാണ്ട് ഒരു 70 വർഷത്തിനടുത്ത് പാരമ്പര്യമുള്ള ഒരു ക്ലബ്ബാണ്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇത്തവണ UBC മത്സരത്തിലില്ല. പക്ഷേ UBC ഫാൻസ് മത്സരിക്കുകയാണ്. UBCയുടെ സെയിം സംഭവം തന്നെയാണ്. UBC കൈനകരിയുടെ ഇതിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ വള്ളത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. 2019 വെള്ളപ്പൊക്കത്തിൽ നീരണിഞ്ഞ വള്ളമാണ് ഈ വിയ്യപുരം. അതായത് സാധാരണ നീരണിയുന്നത് അതിനു വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും എടുത്തില്ല. വള്ളം ആവേശത്തിലായിരുന്നു നേരത്തെ തന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ. അതുകൊണ്ട് വള്ളം സ്വയം വെള്ളത്തിൽ ഇറങ്ങിയ ഒരു കഥ കൂടിയുണ്ട്. വിയ്യപുരം 2019 വെള്ളപ്പൊക്ക കാലത്ത് അങ്ങനെ സ്വയം നീരണിഞ്ഞ വള്ളം കൂടിയാണ് അല്ലേ? അതെ അതെ അതെ, 4 വർഷമായി വെള്ളം ഇറങ്ങിയിട്ട് അതിൻ്റെ 2 വർഷം വെള്ളം ജയിച്ച വെള്ളമാണ്. കഴിഞ്ഞ വർഷവും ജയിച്ചതാണ്. അതിന്റെ മുമ്പത്തെ വർഷം ജയിച്ചതാണ്. കഴിഞ്ഞ മുമ്പത്തെ വർഷം ചെറിയ 23 ജയിച്ചാണ്. പിന്നെ 25 ജയിച്ചാണ്. 24 നെല്ലട വ്യത്യാസത്തിലാണ്, അത് കേസായിരുന്നു. നെല്ലട വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടത്. വള്ളത്തിന് അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. അത് ചെറിയ അങ്ങനെ ഈ പരിമിതമായ കാലയളവിനുള്ളിൽ തന്നെ തരക്കേടില്ലാത്ത ഒരു ചരിത്രം ഉണ്ടാക്കിയ വള്ളം കൂടിയാണ്. ക്യാപ്റ്റൻ ഇപ്പൊ അക്കറിലേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ലീഡിംഗ് ക്യാപ്റ്റൻ പത്മകുമാറാണ് ക്യാപ്റ്റൻ. പത്മകുമാർ പുത്തമ്പരക്കലാണ് ക്യാപ്റ്റൻ. ബക്കച്ചൻ തേവറാടാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. അവർ രണ്ടുപേരും ഇപ്പൊ ഇല്ല. രണ്ടുപേരും വള്ളത്തിനടുത്തിട്ട് പോയി ഒരാൾ അക്കരയിൽ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ വക്കച്ചായനെ കൂടിയാണ് അന്വേഷിച്ചു വന്നത്. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ ഈ വള്ളംകളിയുടെ പരിപാടിയുണ്ട്, അടിപൊളി ഇടിതടി എന്നാണ് ഞങ്ങളുടെ പേര്. ആ പേരിട്ടത് വക്കച്ചായനാണ്. ന്യൂസ് മലയാളത്തിന്റെ വള്ളംകളി പരിപാടിയുടെ പേരിട്ടത് പുള്ളിയാണ്. കാരണം പുള്ളിയായിട്ട് സംസാരിച്ച പുള്ളി ഒരു പേര് പറഞ്ഞു തന്നത്. അത് ശരി. പുള്ളി ഇപ്പൊ ഒരു സെക്കൻഡ് പുള്ളിയെ പിന്നെ വക്കച്ചനെ ഒന്ന് വിളിക്കാമോ? വക്കച്ചനെ ഒന്ന് വിളിച്ചേ. അടുത്തുണ്ടെങ്കിൽ ഒന്ന് വക്കച്ചനെ വിളിക്കാം. വക്കച്ചന്റെ ആർപ്പ് വളരെ പ്രസിദ്ധമാണ്. ഇപ്പൊ വക്കച്ചന്റെ ആർപ്പിട്ട് തരും. ആർപ്പൊന്ന് നിങ്ങൾ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിനെ ഒരു പേരിടാൻ 2 വർഷം മുമ്പ്, 3 വർഷം, ഇത് 3-ാം വർഷമാണ്. അപ്പൊ അന്നൊരു പേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞാനൊരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം വിളിച്ച് ഫോൺ കൊടുത്ത്, ഞങ്ങളൊന്നും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അന്ന് അദ്ദേഹം ഇട്ട പേരാണ് ഇപ്പോഴും ഈ നമ്മുടെ പരിപാടിക്ക് അടിപൊളി ഇടിതടി എന്നുള്ള പേര്. അതാണ് എന്റെ വക്കച്ചായൻ ഏറ്റവും സീനിയർ ആയിട്ടുള്ള, ഏറ്റവും ഒരു ലീഡിംഗ് ക്യാപ്റ്റൻ, വളരെ സീനിയർ ആണ്. വക്കച്ചനാണ് ഈ ഇവർക്ക് പേരിട്ട് കൊടുത്തത്. പണ്ട് രതീഷിനോട് ചോദിച്ച് പേരിട്ടില്ലേ അടിപൊളി ഇടിതടി എന്ന് ന്യൂസ് മലയാളത്തിന്റെ വള്ളംകളി പരിപാടിക്ക് പേരിട്ടത് വക്കച്ചായനാണ്. നമ്മളൊന്നും നേരി കേട്ടിട്ടില്ല, ഫോണിലേ ഒന്ന് സംസാരിച്ചിട്ടുള്ളൂ. ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള തുഴച്ചിൽക്കാരിൽ ഒരാളാണ്. ഇത്തവണത്തെ ലീഡിംഗ് ക്യാപ്റ്റനാണ്, വിയ്യപുരത്തിന്റെ ലീഡിംഗ് ക്യാപ്റ്റനാണ്. ഇങ്ങനെ ഇത്തവണത്തെ പ്രതീക്ഷ ശുഭപ്രതീക്ഷയോട് കൂടിയാണ് പോകുന്നത്. തീവ്രമായ പരിശീലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തുഴച്ചിക്കാരെല്ലാവരും ആത്മവിശ്വാസത്തിലാണ്. ജഗദീശ്വരൻ ഞങ്ങളെ സഹായിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇത്തവണത്തെ നെഹ്റു ട്രോഫി ഞങ്ങൾ കൈസ്ഥമാക്കിയിരിക്കും. ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻ വള്ളം കൊണ്ടാണ് നിങ്ങൾ ഇറങ്ങുന്നത്. വള്ളവേതായാലും തുഴയുന്നത് UBC കൈനകരിയുടെ ചുണക്കുട്ടികളാണ്. അതെ, ഏറ്റവും വലിയ, അതാണ് ഏറ്റവും വക്കച്ചന്റെ ആർപ്പൂടെ നമുക്കൊന്ന് കേൾക്കാം. ആ ആർപ്പും കൂടെ കേട്ട് വേണം നമുക്കൊന്ന് അവസാനിപ്പിക്കാൻ. എല്ലാവരും ഒന്ന് കേട്ട് ആ ആർപ്പൂടെ നമുക്ക് പിടിക്കണം. വക്കച്ചന്റെ ആർപ്പ്. തകർത്തു. അപ്പൊ ഈ ആവേശം നിലനിർത്തിക്കൊണ്ട് കപ്പെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഞങ്ങളെ വീക്ഷിക്കുന്ന, ഞങ്ങളെ കാണുന്ന എല്ലാവരോടും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുകയാണ്.
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. യെസ്, അത് ക്ലബ്ബ് മറക്കണ്ട. UBC കൈനഗരി ചില്ലറക്കാരല്ല, 14 തവണ കപ്പടിച്ച ക്ലബ്ബാണ് UBC കൈനഗരി FC. അതന്നെ, UBC കൈനഗരി FC. ഇത്തവണ ഫാൻസ് ക്ലബ്ബാണ് UBC കൈനഗരിക്ക് വേണ്ടി ഇറങ്ങുന്നത്. UBC കൈനഗരി FC അവര് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻ വള്ളവുമായി, വീയപുരം വള്ളവുമായി ഇപ്പോഴങ്ങനെ ഇറങ്ങുകയാണ്. ബാക്ക് ടു സ്റ്റുഡിയോ.